ഹരികൃപ എന്ന ചാനലിൻ്റെ 4-ാം പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകെ 27 നക്ഷത്രങ്ങളും 12 രാശികളുമാണ് ഉള്ളത്. 27 നക്ഷത്രങ്ങൾ 12 രാശിയിലായി സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചുവല്ലോ. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് വരുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം അപ്പോൾ മേടൻ രാശിയിൽ വരുന്നു. ബാക്കി കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി, മകീരത്തിൻ്റെ അരഭാഗവും ഇടവൻ രാശിയിൽ വരുന്നു. ബാക്കി മകീരത്തിൻ്റെ അരഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും മിഥുന രാശിയിൽ വരുന്നു. പുണർദത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും കർക്കിടക രാശിയിൽ വരുന്നു. മകം നക്ഷത്രവും പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചിങ്ങൻ രാശിയിൽ വരുന്നു. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തം, ചിത്രയുടെ അരഭാഗവും കന്നി രാശിയിൽ വരുന്നു. ബാക്കി ചിത്തിരയുടെ അരഭാഗവും ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും തുലാ നക്ഷത്രത്തിൽ വരുന്നു. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴം, തൃക്കേട്ട എന്നിവ വൃശ്ചിക രാശിയിൽ വരുന്നു. മൂലം, പൂരാടം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ധനുരാശിയിൽ വരുന്നു. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ അരഭാഗവും മകരം രാശിയിൽ വരുന്നു. അവിട്ടത്തിൻ്റെ അരഭാഗവും ചതയവും പൂരോരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും കുംഭം രാശിയിൽ വരുന്നു. പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതി, രേവതി എന്നിവ മീനരാശിയിൽ വരുന്നു. ഇങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ ഏത് രാശിയിലാണ് നമ്മുടെ നക്ഷത്രങ്ങൾ വരുന്നത് എന്നതാണ് നമ്മളുടെ കൂറ് എന്ന് പറയുന്നത്. അതിനടിസ്ഥാനമായാണ് കണ്ടകശനി, ഏഴരശനി, വ്യാഴത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4-ാം പാഠം ഇവിടെ അവസാനിക്കുന്നു.